ഇന്നൊരു വെള്ളിയാഴ്ച, സമയം രാത്രി ഏതാണ്ട് 11 മണി. ഇവിടെ ഇരുന്നിരുന്ന രണ്ടുപേരും എവിടെ പോയി? അതെ, അവിടെ ഇരുന്നിരുന്ന രണ്ടുപേരും ഒരുങ്ങാൻ പോയതാണ് ഈ നട്ടപ്പാതിരാക്ക്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഫ്രൈഡേ നൈറ്റ് എന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾക്ക് മൂവി നൈറ്റ് ആണ് കേട്ടോ. അപ്പം നമ്മൾ 1-2 മൂവി ഒന്നല്ല, ഒരു 3-4 മൂവീസ് ഒറ്റയിരിപ്പിന് ഇരുന്ന് കാണും. ഇനിയിപ്പോൾ കൊറിയൻ സീരീസ് ആണ് കാണുന്നതെങ്കിൽ നമ്മൾ ഉറക്കം തന്നെ വേണ്ടാന്ന് വെക്കും. അതും നമ്മൾ വളരെ ട്രഡീഷണൽ ആയ രീതിയിൽ കുറച്ച് പോപ്കോണും കുറച്ച് ചിപ്സും കുറച്ച് ജ്യൂസും അങ്ങനെ ഫുൾ സെറ്റപ്പിലാട്ടോ മൂവി കാണാനിരിക്കും. അങ്ങനെ വളരെ സമാധാനപരമായിട്ട് ഒരു ഇംഗ്ലീഷ് ഹൊറർ മൂവി കണ്ടു കഴിഞ്ഞിട്ട് ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അതാ ഒരു കോൾ വന്നു. അവർ റാസലേമെന്ന് 1/2 മണിക്കൂർ മുന്നേ പുറപ്പെട്ടു. നമ്മളോട് വേണമെങ്കിൽ 1 മണിക്കൂർ മുന്നേ ഇറങ്ങിക്കോളാം പറഞ്ഞിട്ടായിരുന്നു കേട്ടോ കോള്. നമ്മൾ വീടിൻ്റെ തൊട്ട് മുറ്റത്തുള്ള ജബൽ ജയ്സ് ഒന്നും പോരാണ്ട് അലൈനിലുള്ള ജബൽ ഹഫീത്തിലോട്ടാണ് കേട്ടോ ഈ പോക്ക്. അതായത് മുറ്റത്തെ മുല്ലയ്ക്ക് മണയില്ലല്ലോ, പറഞ്ഞിട്ട് കാര്യമില്ല. റാസലേമേന്ന് ജബൽ ഹഫീത്തിലോട്ട് ഏതാണ്ട് 3 hours അടുത്ത് ഡ്രൈവ് ഉണ്ട്. വീഡിയോ എടുത്തിട്ട് ഫോണിൻ്റെ കാര്യം ഇപ്പം തന്നെ തീരുമാനമായിരുന്നു. അപ്പം പറഞ്ഞു വന്നത് റാസലേമേന്ന് അവർക്ക് 3 hours അടുത്ത് ഡ്രൈവ് ഉണ്ട്. നമ്മൾ അബുദാബിയിലായതുകൊണ്ട് നമുക്ക് പക്ഷേ ഒരു 1.5 hours ഡ്രൈവ് ഒക്കെ ഉള്ളൂ. ഇത് കണ്ടോ, ഞാൻ ആക്ച്വലി പൂവാണെന്ന് വിചാരിച്ചത്, പൂക്കളാണെന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുത്തതാണ്. പക്ഷെ വീഡിയോ എടുത്ത് തുടങ്ങിയപ്പോഴും മനസ്സിലായത് പൂക്കളായിരുന്നില്ല, അത് ഫുള്ള് കിളികളായിരുന്നു എന്നുള്ളത്. രാത്രിയാണ്ട് ശരിക്കും അത് എടുക്കാൻ പറ്റില്ല. ഇങ്ങനെ ഇലകളൊന്നും ഇല്ലാത്ത മരത്തിൽ ഫുള്ള് പൂവെന്നാണ് വിചാരിച്ചത്. പക്ഷേ നല്ല ഭംഗിയുണ്ടായിരുന്നു ശരിക്കും കാണാൻ. അങ്ങനെ നമ്മൾ എത്താനായി. നമുക്ക് ജബൽ ഹഫീത്തിലെ ലൈറ്റ് നമുക്ക് ഇങ്ങനെ ഫ്രണ്ടിൽ കാണാം. അപ്പം നമ്മൾ പയ്യെ കയറി തുടങ്ങുകയാണ്. അവർ നമ്മളെ ഫ്രണ്ടിലാണ് ഉണ്ട്. ചെവികളൊക്കെ അടഞ്ഞു. പിന്നെ ക്ലൈമറ്റ് ടെമ്പറേച്ചർ കുഴപ്പമില്ല, 17 ഉള്ളൂ. സഹിക്കബിൾ തണുപ്പുള്ളെന്ന് തോന്നുന്നുണ്ട്. അയ്യോ, ഫ്രണ്ടിലുണ്ടെന്ന് പറഞ്ഞിട്ട് അവരെ കാണുന്നില്ലല്ലേ. ആശിയുടെ സ്പീഡ് നമുക്കറിയാലോ, അതാണ്. നമ്മൾ ആക്ച്വലി ക്യാമ്പിങ്ങിനുള്ള ഫുൾ സെറ്റപ്പ് ആയിട്ട് കേട്ടോ നമ്മൾ വന്നിട്ടുള്ളത്. ടെൻറ്റും ചെയറും പോർട്ടബിൾ സ്റ്റൗവും പിന്നെ ബ്ലാങ്കറ്റും കുഷ്യനും ബെഡ് സ്പ്രെഡും എല്ലാവർക്കും ഉള്ള ജാക്കറ്റും തൊപ്പി സോക്സ് അങ്ങനെ അത്യാവശ്യം ഈ ഒരു ക്ലൈമറ്റിൽ വേണ്ട എല്ലാ സാധനങ്ങളും നമ്മൾ കരുതിയിട്ടുണ്ട്. പിന്നെ ഉണ്ടല്ലോ ഈ ജബൽ ഹഫീത്തിലോട്ട് വരുമ്പോൾ ഉണ്ടല്ലോ, ഒന്നെങ്കിൽ നമ്മൾ ഈവനിങ് ടൈമിൽ വരണം, അതല്ലാന്നുണ്ടെങ്കിൽ നൈറ്റ് വന്നിട്ട് ഇവിടെ സ്റ്റേ ആക്കി നെക്സ്റ്റ് ഡേ മോർണിംഗ് സൺറൈസൊക്കെ കണ്ട ശേഷം പോകണം. കാരണം ഇപ്പോൾ ഒരു ഭംഗിയാണ്, അതുപോലെ തന്നെ വെളിച്ചമുള്ളപ്പോൾ ഇവിടെ കാണാൻ ഭയങ്കര അടിപൊളിയാണ്. അങ്ങനെ നമ്മളിത് എത്താനായി. അവർ ഓൾറെഡി എത്തി, വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ടെന്നാണ്. ഉപ്പാശി അവിടെ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. പിന്നെ ഉണ്ടല്ലോ ഈ ജബൽ ഹഫീത്തിന്റെ താഴെ ഒരു പാർക്ക് ഉണ്ട്. നമ്മൾ പണ്ട് അവിടെ വന്നിട്ടുണ്ട്. ഒരു ഫാമിലി ഗ്യാതറിങ്ങിനൊക്കെ പറ്റിയ പാർക്ക് കേട്ടോ, നല്ല അടിപൊളി. ഒരു സ്ട്രീം ഒക്കെ ഉണ്ട് അവിടെ. പറ്റില്ല, അവർക്ക് ഓടാറില്ല, എല്ലാവരും അവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ നടന്നു പോവാണ്. ഇപ്പൊ ഈ നടന്നുകൊണ്ടിരിക്കണ എന്താണെന്നറിയോ, കൺവിൻസിങ് ആണ്. അതായത് ഉപ്പാനെ എങ്ങനെയെങ്കിലും ഒന്ന് കൺവിൻസ് ചെയ്തിട്ട് ഒരു ഫോട്ടോ എടുക്കാനെങ്കിലും ഒന്ന് പുറത്തേക്ക് വരാൻ പറഞ്ഞിട്ട് ഉപ്പാനെ നിർബന്ധിക്കുന്ന രംഗങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലോ അവിടുത്തെ ക്ലൈമറ്റ് നമ്മൾ വിചാരിച്ച പോലെയല്ല. നമ്മൾ ലൂസിഫറിൽ പറഞ്ഞില്ലേ സ്റ്റീഫൻ നെടുമ്പുള്ളി നമ്മൾ ഉദ്ദേശിച്ച ആൾ, അതുപോലെ ഉണ്ട്. 17 എന്ന് പറഞ്ഞെങ്കിലും നമ്മൾ വിചാരിച്ച 17 അല്ല അവിടെ ഉള്ളത്. എനിക്ക് സംസാരിക്കാൻ പോലും പറ്റുന്നുണ്ടായില്ല. അങ്ങനെ ഞങ്ങൾ കൺവിൻസിങ്ങിലൊന്നും ഉപ്പ വീണില്ല ഗൈസ്. ഉപ്പ പുറത്തിറങ്ങിയില്ല. ഞങ്ങൾ തോൽവി സമ്മതിച്ച് മുന്നോട്ട് നീങ്ങി. ഇവരാണെങ്കിൽ ഉണ്ടല്ലോ ആർക്കും സ്വെറ്ററോ ജാക്കറ്റോ ഒന്നും എടുക്കാതെ എല്ലാവരും ഒരു തൊപ്പിയും വെച്ചിട്ട് വന്നിരിക്കുക റാസലേമിൽ നിന്ന്. എന്നിട്ട് ഞാനാണെങ്കിലോ എല്ലാവർക്കും 2 സ്വെറ്ററും ജാക്കറ്റും വെച്ച് എടുത്തിട്ടുണ്ട് ഞാൻ. അങ്ങനെ പിന്നെ ഞാൻ വന്നതുകൊണ്ട് അവരെല്ലാവരും രക്ഷപ്പെട്ടു. കണ്ടില്ല, ഉമ്മ ഗ്ലൗസ് വരെ ഇട്ടിട്ട് നടക്കുന്നു. സമയം ഇപ്പോൾ രാത്രി 2:30 കഴിഞ്ഞു കേട്ടോ. ടെമ്പറേച്ചർ ഒരു 16-17 ഒക്കെയാണ്. പക്ഷെ ഭയങ്കര കാറ്റാണ്. നല്ല കാറ്റുള്ളതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായി. ഇനിയിപ്പോൾ ഈ ഒരു ക്ലൈമറ്റും പിന്നെ ഉപ്പ വണ്ടിയിൽ നിന്ന് ഇറങ്ങാതെ വണ്ടിയിൽ തന്നെ ഇരിക്കണതുകൊണ്ടും ക്യാമ്പിങ് എന്തായാലും ഉണ്ടാവും തോന്നുന്നില്ല. അപ്പോൾ പിന്നെ കുറച്ച് വീഡിയോസും കുറച്ച് ഓവറാക്കലും കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്തിട്ട് നമുക്ക് സ്ഥലം വിടാം. അപ്പോൾ ഒന്ന് നമുക്ക് ആ ഫോട്ടോസ് ഒന്ന് കണ്ടാലോ. അങ്ങനെ നമ്മളിത് ജബൽ ഹഫീത്തിനോട് ഒരു ബൈ പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങി ഒരു ചായ കുടിക്കാം ഒരു ഉന്മേഷത്തിന്. സമയം ഏതാണ്ട് 3 മണി കഴിഞ്ഞു. അങ്ങനെ നമ്മൾ അവിടുന്ന് ചായയും സമൂസയും കഴിച്ചു. എന്നിട്ട് അവിടുന്ന് ഇറങ്ങി. നമ്മളിനി വീടെത്തുമ്പോഴേക്കും സമയം ഒരു 5-5:30 ഒക്കെ എന്തായാലും ആവും. വഴിയിൽ നല്ല ഫോഗ് ഉണ്ടായി. പക്ഷെ അത് ക്യാമറയിൽ എടുക്കുമ്പോൾ അത്ര ഫോഗ് ഇല്ല, പക്ഷെ നമ്മൾ കാണുമ്പോൾ നല്ല ഫോഗ് ഉണ്ടായി. അങ്ങനെ ഇതോടെ നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മൾ തുടങ്ങുമ്പോൾ ഇങ്ങനെയല്ല വിചാരിച്ചത്. നമ്മൾ ടെൻറ്റും ക്യാമ്പിങ്ങും മോർണിംഗ് വ്യൂവും സൺറൈസും എല്ലാം ഇൻക്ലൂഡ് ആക്കണം വിചാരിച്ചത്. പക്ഷെ നമ്മൾ ക്യാമ്പ് ചെയ്തില്ലല്ലോ. ഇൻഷാല്ലാ സൂൺ ഒരു ക്യാമ്പിംഗ് വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. ടിൽ ദെൻ ബൈ.